ഹായ് ഗായ്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എന്ത് വീഡിയോ എടുക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പേളി ചേച്ചിയുടെ അമ്മ ഉണ്ടാക്കുന്ന ഒരു മത്തങ്ങയും ചെറുപയറിൻ്റെ ഒരു കറി കാണുന്നത്. അപ്പോൾ ശരി, എന്നാൽ പിന്നെ അതുണ്ടാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അതാണ് ഗൈസ് നമ്മളെടുക്കാൻ പോകുന്ന വ്ളോഗ്. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയും തുടർന്ന് വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു ഗൈസ്. അപ്പോൾ നമുക്ക് മത്തങ്ങയും പയറാണ് വേണ്ടത്. ചെറുപയറിനെ ഞാൻ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മത്തങ്ങ കട്ട് ചെയ്തിട്ട് നമുക്കത് വേവിക്കാം. ബാക്കി വീഡിയോസിലൂടെ കാണാം. നമുക്ക് ആദ്യം ഞാൻ കുറച്ച് ചെറുപയർ ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആദ്യം ഇട്ട് കൊടുക്കാം. നമ്മൾ അടുത്തത് മത്തങ്ങയാണ് കേട്ടോ ഗൈസ്. നമുക്ക് ആവശ്യമുള്ള അത്രയും മത്തങ്ങ എടുക്കാം. നമ്മൾ കുറച്ച് ഉണ്ടാക്കണുള്ളൂ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്ര ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് ഞാൻ ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് ബാക്കി സാധനം അരച്ചെടുക്കണം. ബാക്കി സാധനം എന്ന് ഉദ്ദേശിച്ചത് തേങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് ജീരകം, ഇതൊക്കെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഗൈസ്, ഒരു 2-3 വിസിലൊക്കെ വരുത്താം കേട്ടോ. ഞാനൊരു 3 വിസിൽ വരുത്തുന്നുണ്ട്. നന്നായിട്ട് വെന്തൊടയണം എന്നുള്ളവർക്ക് 3 വിസിൽ 3-4 വിസിലൊക്കെ വരുത്താം. ഇല്ലെങ്കിൽ 2 വിസിലോ 1 വിസിലോ വന്നിട്ട് സിമ്മിലിട്ടിട്ട് ഓഫാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായി വെന്തൊടച്ച് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. നമുക്കപ്പോൾ അരപ്പിനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. വിസിൽ വന്നപ്പോൾ അത് ഓഫാക്കിയിട്ടുണ്ട്. 3 വിസിലായി ഗൈസ്. ഇനി നമുക്ക് അരപ്പിലായിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി നിങ്ങൾക്കൊരു 6 എണ്ണമൊക്കെ എടുക്കാം. ഞാനിത് അരിയുണ്ടായിരുന്നു, പക്ഷേ അരിഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, ഞാനൊരു 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് കിട്ടോ. കാരണം നമ്മൾ വേറെ മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് അങ്ങനെ സംഭവങ്ങളൊന്നും ആഡ് ചെയ്യണില്ല. അപ്പോൾ അതൊക്കെ ഇത്ര ഇട്ടിട്ട് പിന്നെ കുറച്ച് ജീരകം കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അരപ്പ് റെഡിയായി കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ എയറൊക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നമുക്കൊന്ന് ഉടച്ചെടുക്കണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് അതിനെ ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച അരപ്പ് അതിനകത്തോട്ട് ഒഴിച്ച് മിക്സാക്കാം. ഒന്നും കൂടിയും നല്ലൊരു ടേസ്റ്റാണ്. ചിലവർക്ക് അതിൻ്റെ ഒരു ഇത് ഇഷ്ടപ്പെടും, ഒരുപാട് ഉടയണത് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ അതിനകത്തോട്ട് അരപ്പൊഴിച്ചിട്ട് നമുക്കത് റെഡിയാക്കി മാറ്റി വയ്ക്കാം. കുറച്ച് നേരം കൂടി ഒന്ന് ഇത്തിരി തിളപ്പിച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഒരുപാട് തിള വരരുത് കേട്ടോ തേങ്ങ ഒഴിച്ചതിന് ശേഷം. പിന്നെ നമ്മൾ അതിലോട്ട് കാച്ചി ഒഴിക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിനകത്തോട്ട് അരി കുറച്ച് ഇടണം. പിന്നെ വറ്റൽമുളക്, പിന്നെ നമ്മുടെ സബോള, അതുപോലെ കറിവേപ്പില. ഈ അരി എന്തിനാ ഇടണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മറ്റേ പേളി ചേച്ചിയുടെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞ പോലെ തന്നെ പേളി ചേച്ചിയുടെ മമ്മിക്കും അറിയില്ല, പേളി ചേച്ചിക്കും അറിയില്ല, അതുപോലെ തന്നെ എനിക്കും അറിയില്ല എന്തിനാ ഇടണമെന്ന്. എല്ലാവരും ഇടണു, അതുകൊണ്ട് നമ്മളും ഇടണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടി ഇടാം. ഞാൻ തേങ്ങ അവസാനം ഇട്ടുപോയി. അതിന് ശേഷം അതിനെ നമ്മൾ നമ്മുടെ കറിയിലോട്ട് ഒഴിക്കുക. ഇത്തിരി നന്നായി ഇളക്കുക കേട്ടോ. ഇളക്കി മാറ്റാം. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ കറി റെഡിയായി ഗൈസ്. ഇവിടെ നമുക്ക് സെറ്റ് ആയിട്ടുണ്ടോ. ഇനി ചോറിൻ്റെ ഒരു പിടി പിടിക്കാം ഗൈസ്. ഞാനുണ്ടാക്കി, ഇനി നിങ്ങളുണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഇതുപോലുള്ള വേറെ വീഡിയോസായിട്ട് കാണാം. അതുവരെ ബായ്.